ഋതുമോളെ, എന്നോട് നീ സത്യം പറയണം. എന്തിനെ കുറിച്ചാ ചെറിയമ്മേ? ഞാനതിന് ചെറിയമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഋതികമോളെ, നീ ഇതുവരെ വന്നിട്ട് ചായ കുടിച്ചില്ലല്ലോ. ദാ ചായ കുടിക്കും. വേണ്ട അമ്മായി, ഞാൻ ചായ കുടിച്ചതാ. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും പത്മാവതി മാഡം ഇറങ്ങിപ്പോയതിൻ്റെ കാരണം അംബിക മാഡമാണെന്ന് ഇന്നെനിക്ക് വർമ്മ സാറിനോട് പറയണം. ഋതുമോളെ, ചായ കുടിക്കേ. ദേ, ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതല്ലേ. ചായ കുടിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാ ചായ കുടിക്ക. എന്താ ചേച്ചി ഇത്? അയ്യോ, കൈ പൊള്ളിയോ? മോളെ, അയ്യോ, കൈ ചെറുതായി പൊള്ളിയിട്ടുണ്ട്. ഞാൻ ഐസ് എടുത്തിട്ട് വരാം. നീ ഇപ്പൊ എന്താ വിളിച്ചേ? അച്ഛ, അമ്മായി ചായ തന്നപ്പോ എന്റെ കൈ പൊള്ളിയപ്പോ ഞാൻ... കൈ പൊള്ളിയാ? നിനക്ക് എന്നാടി അമ്മ ഉണ്ടായത്? അത് പ്രഥവേട്ട, പൊള്ളിയതിന്റെ വേദനയില് മോള്... എന്ന് വെച്ച് ഇവൾക്ക് അമ്മ ഉണ്ടായിരുന്നോ? ഇവൾ അമ്മയാണോ വളർത്തിയത്? പ്രതാപ, ആർക്കാണെങ്കിലും വേദനിച്ചു കഴിഞ്ഞാ അമ്മയെന്നല്ലേ വിളിച്ച് കരയത്തുള്ളൂ. പാടില്ല. അങ്ങനെ ഇവൾ അമ്മ എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. കാരണം ഇവളെ വളർത്തിയത് ഞാനാണ്. പുറമെ ഞാൻ അധികം സ്നേഹിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ ഇവള് വളർന്നതും വളർത്തിയതും എന്റെ മുന്നിലാ. ഇവളുടെ അമ്മ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ചേച്ചി പറ. പ്രതാപ, നീ ഒന്ന് സമാധാനപ്പെട്. ഇല്ല ചേച്ചി, സമാധാനപ്പെടുന്ന പ്രശ്നമില്ല. എനിക്കറിയണം ഇവൾക്ക് അമ്മ എന്ന ചിന്ത എപ്പ മനസ്സിലുണ്ടായെന്ന്. എനിക്കിപ്പ അറിയണം. എന്റെ ജീവിതത്തിൽ നിന്നും എന്നെയും എന്റെ മകളെയും ഉപേക്ഷിച്ച് എങ്ങോട്ടാ പോയതാ? ഒരു മനസാക്ഷി ഇല്ലാത്തോടാ ഇവളുടെ അമ്മ. അതുകൊണ്ട് തന്നെയാ ഇതുവരെ ഇത്രയും നാളും എനിക്കിവിടെ സ്നേഹിക്കാൻ കഴിയായിരുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി എവിടേക്കോ ഇറങ്ങിപ്പോയ അവളുടെ പേര് ഉച്ചരിക്കുന്നത് പോയിട്ട് ഇവളുടെ വായിന്ന് അമ്മ എന്നൊരു വിളി കേൾക്കാൻ അവൾക്ക് യാതൊരു യോഗ്യതയില്ല. അച്ഛൻ സോറി, അത് ഞാൻ വേദനിച്ചപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. ആവർത്തിക്കരുത്. ഇനി ഒരിക്കലും നീ ഇത് ആവർത്തിക്കരുത്. അമ്മ എന്ന വാക്ക് നീ ഉച്ചരിക്കുക പോലും ചെയ്യരുത്. ഇത് ചിലപ്പോ എന്റെ ഈഗോ ആയിരിക്കാം. നിനക്കുള്ളത് അച്ഛൻ, അച്ഛൻ മാത്രമാണ്. മനസ്സിലായോ? ഈശ്വര, വർമ്മ സാറിന് പത്മാവതി മാഡത്തോട് ഇപ്പോഴും ഇത്രയും ദേഷ്യം. ഇതറിയാതെയാണല്ലോ ഞാൻ പത്മാവതി മാഡത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നത്.
ഇനി ഞാനെങ്ങാനും പത്മാവതി മാഡത്തിൻ്റെ കാര്യം വർമ്മ സാറിനോട് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കില്ല, ഇതിൻ്റെ 10 ഇരട്ടി ദേഷ്യത്തിലായിരിക്കും എന്നോട് പ്രതികരിക്കുക. യാമിനി, ഇവളുടെ കൈ പൊള്ളിയേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഡ്രൈവറോട് കാർ എടുക്കാൻ പറ. വേണ്ട പ്രതാപേട്ട, കിച്ചണിൽ തേനിരിപ്പുണ്ട്, ഞാനത് കൈ പുരട്ടി കൊടുത്തോളാം. വാ മോളെ. എന്തു പറയാനാ ചേച്ചി? അവളെ കുറിച്ച് ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോഴില്ല ആരെങ്കിലും അവളെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചിങ്ങനെ ഞാനല്ലാതാവും. സോറി ചേച്ചി. സാരിയില്ലടാ, നീ റിലാക്സ് ചെയ്. എനിക്കറിയാം നിന്റെ വിഷമം. ആരാ അവിടെ വാതിക്കല്? ദൈവമേ, കണ്ട ആരാത്? ഞാനാ സാറേ, വേണു. വേണു കിട്ടണോ? വാ, അകത്തേക്ക് വാ. എന്താ വേണൂട്ട വന്നത്? അതെന്തൊരു ചോദ്യമാണല്ലേ. വേണൂട്ട വാ, ഇരിക്കാം. വേണ്ട സാർ, സാറ് ഡൽഹിയിലൊക്കെ പോയിരിക്കായിരുന്നല്ലോ. സാറ് തിരിച്ചു വന്നപ്പോ ഒന്ന് കാണാം, സംസാരിക്കാന്നൊക്കെ കരുതി വന്നതാ. അതിനെന്താ? വേണൂട്ട വാ, ഇരിക്കാം. ഇല്ലില്ല, ഞാൻ പിന്നെ വരാം. വർമ്മ സാറ് തിരക്കാണ് തോന്നുന്നു. വേണൂട്ട, ഞാൻ ദേഷ്യപ്പെട്ടത് കണ്ടിട്ടാണെങ്കിൽ സോറി. പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങളെ കേട്ടപ്പോ അറിയാതെ റിയാക്ട് ചെയ്തു പോയതാ. മനസ്സിലായി സാറേ, എനിക്ക് മനസ്സിലായി. ഹലോ. ഇല്ല, എന്ത് തിരക്കാണെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. എന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ വന്നിരിക്കുക. അപ്പോ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ഐ വിൽ കോൾ യു ലേറ്റർ. ബൈ. വേണൂട്ടോ ബാ. നീ വാ. മകളുടെ ഭർത്താവിന്റെ അച്ഛനോട് അമ്മാവൻ സംസാരിക്കാണ് പോലും. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോ ഋതിക അമ്മാവൻ വഴക്ക് പറഞ്ഞതിൽ സന്തോഷിക്കണോ, അതോ അമ്മായി സത്യങ്ങൾ അമ്മാവനോട് തുറന്ന് പറയാത്തതിൽ വിഷമിക്കണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. എടാ, അച്ഛൻ മോളെ വഴക്ക് പറഞ്ഞതിൽ എന്തിരിക്കുന്നടാ മോനെ? പ്രതാപം കാണിച്ചത് ഋതികയോടുള്ള ദേഷ്യമല്ല, പത്മാവതിയോടുള്ള അവന്റെ വെറുപ്പ. അച്ഛനും മകൾക്കും വഴക്ക് പറഞ്ഞും കേട്ടും ശീലമുള്ളതല്ലേ. യാമിനി പ്രതാപനോട് സത്യങ്ങൾ തുറന്നു പറയാത്തതിലാ എനിക്ക് വിഷമം. നമുക്ക് അമ്മായിയെ വിളിച്ചോണ്ട് അമ്മ ഒരു റൂമിലേക്ക് ചെന്നാലോ? ഇപ്പൊ വേണ്ട, അവനിപ്പോ നല്ല ദേഷ്യത്തിലാ. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എടഞ്ഞ കൊമ്പന്റെ മുന്നിലേക്ക് ചെന്നു കൊടുക്കുന്നത് പോലെയാ. അതിഥിയായി മകളുടെ ഭർത്താവിന്റെ അച്ഛൻ വന്നിരിക്കുവല്ലേ. ഭാര്യയുടെ ഓർമ്മയിൽ നീറുന്ന പ്രതാപന്റെ മനസ്സൊന്ന് തണുത്തോട്ടെ. തണുത്തിട്ട്? എടാ, തണുത്ത് കഴിയുമ്പോ നമുക്ക് എരുതിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാടാ മോനെ. രാജുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. ആദ്യം നമുക്ക് അയാളെ കുറച്ച് വെള്ളം കുടിപ്പിക്കാം. നീ എന്തു പറയുന്നു? എല്ലാം അമ്മ പറയുന്ന പോലെ. ആ, വേണോട്ടും വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. അല്ല, വേണുവെങ്കിൽ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വർമ്മ സാറിന് മുഖം കാണിക്കാന്ന് ഓർത്ത് വന്നതാ. മാഡത്തിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല വേണമെങ്കിലേ. ചൂട് ചായ കയ്യിൽ വീണതിന്റെ പെട്ടെന്നുള്ള നീറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറിയമ്മ തേൻ പുരട്ടി തന്നപ്പോഴേ മാറുകയും ചെയ്തു. വേണമെങ്കിൽ ഇരിക്കേ. വേണ്ട മാഡം, വേണമെങ്കിൽ ഇരിക്ക്, അല്ലെങ്കിൽ അച്ഛന് വിഷമാവും. വേണൂട്ടാ, സോറി, ഒരു കോള് വന്നു, ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാറിയുന്നതാ.
അതിനെന്താ ഓർമ്മ സാറ്? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഏയ് അതെന്ത് പോക്കാ? ഇവിടം വരെ വന്നിട്ട് ഇരിക്കെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കഴിക്കാനൊന്നും വേണ്ട. ഒരു ചായെങ്കിലും ആവാം. യാമിനി, ശരി ഏട്ടാ, വാ. ഇപ്പൊ എടുക്കാം. വേണോട്ടോ വാ. ഇങ്ങോട്ടിരിക്കുക. ഇരിക്കുക. ആ വേണോട്ടാ, എല്ലാവർക്കും സുഖമാണല്ലോ? അല്ല, അച്ഛനെന്താ ഇവിടെ? അതെന്താ രാജു, വേണുവോട്ടിന് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? ഏയ് അങ്ങനെയല്ല. ആ പുറത്തെന്തായി? പ്രവർത്തകരെല്ലാം എന്തു പറയുന്നു? അല്ല, അവരാരും ചേട്ടനോട് സംസാരിച്ചില്ലല്ലോ. വേണമെങ്കിൽ ചേട്ടനോട് സംസാരിക്കാനുള്ള ആവേശത്തിലാ അവർ. ആ ഞാൻ വേണുവോട്ടിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ആ കഴിക്കാം. അമ്മേ, അവളുടെ കയ്യിൽ എന്തായാലും ചായ ഒഴിച്ചത് നന്നായി. ഇനിയിപ്പോ അടുത്ത പണി അമ്മ പറഞ്ഞതുപോലെ ഇവിടെ ഇറക്കാം. നീ വാ. ശ്രീലക്ഷ്മി എന്തു പറയുന്നു? സുഖമായിരിക്കുന്നോ? അവര് സുഖായിരിക്കണം. ശ്രീലക്ഷ്മിയുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോണു. പ്രതാപ, നിങ്ങൾ ചായ കുടിക്കായിരുന്നോ? അതെ ചേച്ചി. ആ ചേച്ചി ഇരിക്കെ. ഏയ് ഞാനിരിക്കുന്നില്ലടാ, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ സംബന്ധക്കാര് സംസാരിച്ചിരിക്കെ. ചേച്ചിയുടെ ഒരു തമാശ. പിന്നെ തമാശ. നീ അല്ലാതെ ആരെങ്കിലും ഇവനെയൊക്കെ വീട്ടിൽ പിടിച്ചിരുത്തി സംസാരിക്കൂ? അമ്മേ, ചോദിക്കമ്മേ. വേണുട്ടാ, ഞാനേ ഒരു കാര്യം വേണുട്ടിനോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അന്ന് നിങ്ങളുടെ വീട്ടില് പൂജയ്ക്ക് വന്ന ആ സ്ത്രീ ആരായിരുന്നു? ഏത് സ്ത്രീ? അതെ, അന്ന് പൂജ നടന്നപ്പോ ഗസ്റ്റ് ആയിട്ടൊരു സ്ത്രീ വന്നിരുന്നില്ലേ? നല്ല കണ്ടു പരിചയമുള്ളൊരു മുഖമായിരുന്നു. ഞാൻ എവിടെയാ അവരെ കണ്ടേന്നുള്ള ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. അന്ന് ചേച്ചി പൂജയ്ക്ക് പോയിരുന്നോ? ഞാൻ പോയിരുന്നു പ്രതാപ. ആ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ അവിടം വരെ അറിഞ്ഞു കേട്ടൊന്ന് പോയതാ. നിന്റെ അഭാവത്തിൽ ഞാൻ വേണമല്ലോ രാജുവിന്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കുമ്പോ പോകാൻ. അതെന്തായാലും നന്നായി. അല്ല, അതാരായിരുന്നു വേണോട്ടാ? അത് മീര മാഡം. മീരയോ? ആ, വേണുട്ടിന്റെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ഫാമിലി ഫ്രണ്ട് ഒന്നുമല്ല. ഞാൻ മുമ്പ് ഇവിടെ വർമ്മ സാറിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു കാലം അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു. ഓ, അവരെല്ലാവരും വിദേശത്താ. ഹസ്ബൻഡും മകളും എല്ലാം വിദേശത്താ. മീര മാഡം അവരുടെ സ്ഥലവും വീടുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് എന്തോ വന്നതാ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. അത് വർമ്മ സാറേ, മീര മാഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഋതിക മാഡം ആയിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ഒരു പരിചയമുണ്ട്. ആണോ? ആ അതെ അച്ഛാ. ശരി. അല്ല ഋതികേ, നിന്റെ കയ്യില് ഈ മീര മാഡത്തിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലേ അതൊന്ന് പ്രതാപനെ കാണിക്കേ. പണ്ടീ നാട്ടിലുണ്ടായിരുന്നതാണെന്ന് പറയുമ്പോ പ്രതാപൻ അറിയാതിരിക്കില്ലല്ലോ. ഇല്ല മൈ, എന്റെ കയ്യില് അങ്ങനെ ഫോട്ടോ ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. നിങ്ങൾക്കറിയാലോ, കാവിലെ ഉത്സവം നടക്കാറായി. അപ്പോ ഇത്തവണത്തെ കാവിലെ ഉത്സവത്തിന് നേരം കുറിക്കണം. എല്ലാ ചടങ്ങുകളും
വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വർഷത്തെ കാവിലെ ഉത്സവത്തിന് രാജുവും രാജുവിന്റെ കുടുംബവും ഉണ്ടായിരിക്കണം. നിങ്ങളായിരിക്കും ഞങ്ങളുടെ മുഖ്യ അതിഥികൾ. അല്ല വർമ്മ സാറ്, മുഖ്യ അതിഥികളെന്നൊക്കെ പറയുമ്പോ ഇപ്പൊ എന്തായാലും നമ്മുടെ ഒരു കുടുംബം പോലെ ആയില്ലേ? അതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളുണ്ടെന്ന് കരുതിക്കൊള്ളൂ. അതെ വേണുട്ടാ, അത് അങ്ങനെയല്ലേ വേണ്ടത്. ആ അതെ, അത് അങ്ങനെ തന്നെ വേണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഉത്സവം നമുക്ക് ഗംഭീരമാക്കണം. വർമ്മ സാറേ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് രാജു. എങ്കിൽ വർമ്മ സാറേ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. വേണുട്ട വാ. വേണുട്ട, കാവിലെ ഉത്സവം എന്ന് പറയുമ്പോ ഏകദേശം അറിയായിരിക്കുമല്ലോ എങ്ങനെ ആയിരിക്കുമെന്ന്. നിങ്ങൾ ഒരു ഉപേക്ഷയും വെക്കരുത്. പിന്നെ ചേച്ചിയുടെയും ദീപകിന്റെയും സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അതെല്ലാം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വരാതിരിക്കരുത്. ഇല്ല വർമ്മ സാറ്, ഞങ്ങളെത്താം. വർമ്മ സാറിന്റെ കുടുംബക്ഷേത്രത്തിലെ കാവിലോത്സവത്തിന് വരാൻ പറ്റുന്നതൊക്കെ മഹാപുണ്യല്ലേ? രാജുവിന്റെയും ഋതികയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവമാണ്. നമുക്കിത് ഗംഭീരമാക്കണം. ശരി വർമ്മ സാറ്, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണു, എന്താടോ? രാമകൃഷ്ണ, ഞാൻ ആകപ്പാട് ഒരാശയക്കുഴപ്പത്തിലാടും. എന്തുപറ്റി? തനിക്കറിയാലോ രാജുവിന്റെയും ഋതിക മാഡത്തിന്റെ ഇടയിൽ നടക്കുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥകളൊക്കെ. അറിയാം. ഇപ്പൊ എന്തുപറ്റി? നീ അത് പറ. അംബിക മാഡത്തിന്റെ ശല്യം ഒഴിവാക്കാനായി വർമ്മ സാറിന്റെ ഭാര്യ പത്മാവതി മാഡത്തെ കുറിച്ചുള്ള സത്യങ്ങൾ പണ്ട് പത്മാവതി മാഡം ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം അംബിക മാഡമാണെന്ന് പറയാൻ ഞാനിവിടെ വർമ്മ സാറിന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് താനത് പറഞ്ഞോ? ഇല്ലടോ, പറയാൻ പറ്റിയില്ല. ഇവിടുത്തെ സാഹചര്യങ്ങള് ശരിയല്ലായിരുന്നു. ആട്ടെ, താനിപ്പോ എവിടെയാ? ഞാൻ വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശരി, താൻ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കല്ലേ. തനിക്കൊന്നാമത് സുഖമില്ലാത്തതാ. ഇല്ല രാമകൃഷ്ണ, ടെൻഷനൊന്നുമില്ല. വർമ്മ സാർ എന്നെ സാറിന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിരിക്കുക. കുടുംബസമേതം വരാനാ പറഞ്ഞത്. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അംബിക മാഡം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? അതാ എന്റെ ടെൻഷൻ. എടോ, എത്ര സമാധാനവും സന്തോഷവും സമ്പത്തുമുള്ള കുടുംബത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായി എല്ലാ കുടുംബത്തിലും ഓരോന്ന് കാണും. താനത് കാര്യമാക്കണ്ട. ആ, വർമ്മ സാറ് ക്ഷണിച്ചതല്ലേ, താൻ അവിടെ ചെല്ലേ. പിന്നെ രാജുവിന്റെയും ഋതികയുടെയും കാര്യം അത് നമുക്ക് നോക്കാമടോ. അവര് തമ്മിൽ പിരിയൊന്നുമില്ല. അവര് തമ്മില് സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒരുപാട് കാലം ജീവിക്കും. താൻ സന്തോഷമായിരിക്കടോ. താൻ ഒന്നിങ്ങ് വാടോ, നമുക്കൊന്ന് കാണണ്ടേ? ഞാൻ വരാടോ, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. എങ്കിൽ ശരി, ഓക്കെ. എങ്കിൽ ശരിയടോ. എന്നാലും കുടുംബക്ഷേത്രത്തിലെ കാവില് എന്ത് ചടങ്ങായിരിക്കും നടക്കാൻ പോകുന്നത്? രാജു, ഇത് കാവിലെ ഉത്സവത്തിനെ കുറിച്ച് ചോദിക്കാനുള്ള നിൽപ്പാണല്ലോ. കാണുമ്പോ തന്നെ അറിയാം.
രാജു ഇവിടെ നിന്നതേ ഞാൻ കണ്ടില്ലായിരുന്നു. ആ അതാ ഞാൻ പുറത്തേക്ക് പോയത്. ഓ ഞാനേ ഒന്ന് കിച്ചൺ വരെ പോയിട്ട് വരാമേ. ചെറിയ മാ എന്നെ തിരയുന്നുണ്ടാവും. ഋതിക മാഡം അവിടെ ഒന്ന് നിന്നേ. എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. അതൊന്ന് പറഞ്ഞു തന്നിട്ട് മാഡം വെക്കും. എന്ത് കാര്യം രാജു? ആ വർമ്മ സാറ് ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞില്ലേ? അത് ശരിക്കും എന്ത് ഉത്സവ? അതോ അത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കാറുള്ളത് പോലെ ഒരു ഉത്സവ. അത്രയേ ഉള്ളൂ? അതെ. പക്ഷേ വർമ്മ സാർ എന്തോ ഉത്സവത്തിലെ വളരെ പ്രാധാന്യമുള്ള എന്തോ ഒരു കാര്യം ഞാനാണ് നിർവഹിക്കേണ്ടതെന്നും അതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയൊക്കെ ഉറപ്പായും വരണമെന്ന് പറഞ്ഞതോ? അതൊക്കെ ശരിയാവോ മാഡം? നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് കരുതിയാ വർമ്മ സാർ ഇതൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും അത് നമ്മൾ സാറിനോട് ചെയ്യുന്ന ചതിയല്ലേ? വർമ്മ സാറിന്റെ മനസാക്ഷിയെ നുണ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതില് എനിക്ക് വലിയ വിഷമമുണ്ട്. ഇനി ഈ ദൈവകാര്യത്തിലും കൂടി അത് ആവർത്തിച്ച ആ മഹാബാബൊന്നും എന്നെ വിട്ടു പോവില്ല മാഡം. അയ്യേ രാജു എന്തൊക്കെയാ പറയുന്നേ? മഹാപാപം വരുമെന്നോ? രാജുനറിയല്ലോ അച്ഛന് ഏറ്റവും കൂടുതൽ സ്നേഹവും വിശ്വാസവും ഉള്ളത് രാജുനെ. അതുകൊണ്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകള് രാജുവിന്റെ കൈകൊണ്ട് വിളക്ക് കൊളുത്തി തുടങ്ങട്ടെ എന്നേ അച്ഛൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കൂ? ഉറപ്പല്ലേ? അല്ല, കഴിഞ്ഞ വർഷത്തെ കാവലി ഉത്സവം രാജുന് ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ട്. അന്ന് വിളക്ക് കൊളുത്തി ചടങ്ങുകൾക്കെല്ലാം മുന്നിൽ നിന്നത് അംബികാമായി ആയിരുന്നില്ലേ? അതെ. ഇത്തവണ രാജു ചെയ്യട്ടെ എന്ന് അച്ഛൻ ഓർത്തു കാണും. ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. എല്ലാത്തിനും രാജുവിന്റെ കൈകൊണ്ടുള്ള തുടക്കം നല്ലതായിരിക്കുമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുള്ളതല്ലേ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മാഡം? അംബിക മാഡത്തിനും ദീപക്കിനും അടുത്ത ഉത്സവം നടക്കുന്നത് വരെ എന്നോട് വഴക്കിടാൻ വെറുതെ ഒരു കാരണമാവും.